ചിരിയോ ചെമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളിപ്പൊൻ കതിരല്ല. കണ്ടു കവി പാടുമ്പോൾ നീലക്കടലല്ല, കെട്ടഴിച്ച കാർക്കൂന്തൽ മുട്ടോളമയില്ല. അല്ല, ഒരു പക്ഷേ സിനിമ ഏതാണെന്ന് അറിയുന്നതിനെക്കാട്ടി കൂടുതൽ ആ പാട്ട് ജനങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ എന്തായിരുന്നു അത് ജനങ്ങളിലേക്ക് ചെല്ലാൻ, അല്ലെങ്കിൽ റംഷി എന്ന് പറയുന്ന ഈ ഒരു ഫേസ് ചെല്ലാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളായിരുന്നോ, അതോ ചെയ്യാറില്ലേ, എന്താണ്? ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പാട്ട് ഇറങ്ങുന്ന സമയത്തൊരു കഥയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ഗോപിചേട്ടനാണ് ആദ്യമായിട്ട് ഈ പാട്ട് എനിക്ക് തന്നത്. അതിന് മുന്നേ 2 പാട്ട് പാടിയെങ്കിൽ ഇതാണ് എനിക്കൊരു ലാർജ് സ്കെയിൽ സിനിമയിൽ കിട്ടിയൊരു അവസരം. ശരി. അപ്പം ദിലീപേട്ടൻ്റെ പടം, അപ്പം ഗോപിസുന്ദർ മ്യൂസിക് ഒരു അവസരം കിട്ടി. ഗോപിചേട്ടൻ പാടിച്ചു, പിന്നെ കറക്റ്റായി എല്ലാം കഴിഞ്ഞു, പാടം ഇറങ്ങി. ഈ പാട്ടിറങ്ങുന്ന സമയത്താണ് ദിലീപേട്ടൻ്റെ പ്രശ്നം നടക്കുന്നത്. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ഡിസ്ലൈക്കുള്ള പാട്ടായിരുന്നത്. സീരിയസ്ലി? എൻ്റെ ഓർമ്മയിൽ അന്ന് ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ യൂട്യൂബിൽ, ഇന്നില്ല. ഞാൻ നോക്കുമ്പം ലൈക്സിനേക്കാളും കൂടുതൽ ഡിസ്ലൈക്സ് ബട്ടൺ ആ പാട്ടിന്. 30K ഡിസ്ലൈക്സ് ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ടെന്ന്. എന്നെത്ര പോയിന്നറിയില്ല. പക്ഷെ പാട്ട് എന്തൊക്കെ കോൺട്രവേഴ്സി ഉണ്ടെങ്കിലും നല്ല പാട്ടാണെങ്കിൽ ആളുകൾ സ്വീകരിക്കുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ആ പാട്ട്. അത് ഏറ്റവും സൂപ്പർ ഹിറ്റായി ആ പാട്ട്. ആളുകൾക്ക് എല്ലാം മറന്നു ആ പാട്ട്. പിന്നെ എല്ലാവരും കേട്ടു. ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു ദിലീപേട്ടൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പാട്ടിൽ ഒന്നായിട്ട് മാറി. അത് ആദ്യം അങ്ങനെ ആളുകൾ ഒരു ഡിസ്ലൈക്ക് ബട്ടണൊക്കെ അടിച്ചു വന്നു വിഷമം തോന്നിയോ? പിന്നെ എന്താ വെച്ചാൽ നമ്മളെ സ്വപ്നമല്ലേ ഒരു സിനിമയിൽ പാടാതെ. ഞാൻ ഈ ചെറുപ്പത്തിലൊക്കെ പാടുമ്പോഴൊക്കെ നമ്മളെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടാന്നുള്ള, അത് നല്ല സിനിമയിൽ അവസരം കിട്ടാന്നുള്ളത് അതിനേക്കാളും വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ ദിലീപേട്ടനെ പോലെ കത്തി നിൽക്കുന്ന സമയത്തുള്ളൊരു പാട്ട് കിട്ടിയ സന്തോഷമുണ്ട്. എന്നാലും പാട്ട് ഇറങ്ങുമ്പോഴേക്കും ഇങ്ങനെ ഒരു അവസരം. ജോർജ് ഏട്ടൻസ്പൂരം ആ സിനിമയിലെ ആദ്യം അതിൻ്റെ ഓഡിയോ ലോഞ്ചിലാണ് ഈ ഇഷ്യൂ ഉണ്ടാവണത് തന്നെ. അതൊരു ഭയങ്കര വിഷമമായിട്ട് തോന്നി.